രോഗത്തിനോടുണ്ടായിത്തീരുന്ന ഫളായിലുകൾ പറഞ്ഞു, ലോകം കാണാൻ പോകുന്നതിൻ്റെ ആദാബ് പറഞ്ഞു, അതിൻ്റെ ഫളായിലുകൾ പറഞ്ഞു, പിന്നെ രോഗിൻ്റെ അടുക്കൽ വെച്ചിട്ട് ദുആ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു, പിന്നെ രോഗിൻ്റെ അടുക്കൽ അസ്അലുല്ലാഹൽ അലീം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദുആ വരണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഇനി ജാഹിലിയ്യ കാലത്ത് പ്രത്യേകിച്ചും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം പറ്റി, എന്തെങ്കിലും കാര്യമായ രോഗം വന്ന്, അതുമല്ലെങ്കിൽ മരിച്ച് ഇന്നെന്താക്കും, ഭയങ്കരമായ കരച്ചിൽ എന്നുള്ളത് ഓരോരു പരിപാടിയാണ്. ഏതുപോലെ മംഗലപ്പുരക്ക് പാടാൻ പോകുന്നത് പോലെ ഈ ബലാഹ് വന്ന സ്ഥലത്ത് എന്താക്കും, കരയാൻ പോക്ക്. അതിന് പ്രത്യേക ആളുമുണ്ട്. അത് ശറഈ വിരോധിച്ചു എന്നാണ് പറയാൻ പോകുന്നത്. ബാബുൻ നിയാഹത്തി വ തവാബിഇഹ വസ്തിമാഇഹ, ഈ അട്ടഹാസിച്ച് കരയൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കേൾക്കൽ, ഇതിനെപ്പറ്റിയെല്ലാം ശറഅ് എന്ത് പറയുന്നു. അഖ്റജ ശൈഖാനി അബി മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു തൊട്ട് അന്നഹു ഖാല അന ബരീഉൻ മിമ്മൻ ബരിഅ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല പറഞ്ഞു അബൂ മൂസൽ അശ്അരി സഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനെ തൊട്ട് ഒഴിവാണെന്ന് പറഞ്ഞ കാര്യമുണ്ടോ അതിനെ തൊട്ട് ഞാനും ഒഴിവാണ്. എന്താ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബരിഅ മിന സാലിഖത്തി, സാലിഖത്ത് എന്ന് പറഞ്ഞാൽ അർറാഫിഅത്തി സൗതഹ ബിന്നദിബി വന്നിയാഹ, കരച്ചൽ കൊണ്ട് ശബ്ദമുയർത്തി കരയുന്ന പെണ്ണുങ്ങന്മാർക്ക് സാലിഖത്ത് എന്ന് പറയും. അതിനെ തൊട്ട് അതിനെ തൊട്ട് ബരിയാണ്, ഞാൻ അതിലില്ലാന്ന് തങ്ങളെന്താക്കി പ്രഖ്യാപിച്ച്. വൽ ഹാലിഖത്തി എന്ന് പറഞ്ഞാൽ റഹസ്യ ഇന്ത്യയിൽ മുസീബത്ത് വരുന്ന അവസരത്തിൽ തല മൊട്ടയടിക്കുന്ന ചില പെണ്ണുങ്ങന്മാർ, ജാഹിലിയ്യ കാലത്തുള്ള ഓരോ പരിപാടികളുണ്ട്, അതിനെ തൊട്ടും തങ്ങൾ ഒഴിവാണ്. വശാക്കത്തി എന്ന് പറഞ്ഞാൽ ഈ സൗബിഹ, വസ്ത്രം കീറിപ്പറിക്കുന്ന പെണ്ണുങ്ങന്മാരെ തൊട്ടും, പെണ്ണുങ്ങന്മാരാണ് അതിൽ കൂടുതലുണ്ടാകില്ല. വഹുമാ ആര് ശൈഖാനി അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ്, കബളത്ത് അടിച്ചാൾ നമ്മൾപ്പെട്ടവനല്ല. വശക്കൽ ജുജൂബ്, അതുപോലെ തന്നെ കുപ്പായമാറ് പറിച്ചു കയറിയവനും നമ്മളിൽപ്പെട്ടവനല്ല. വദഅ ബിദഅവൽ ജാഹിലിയ്യ, കാലത്ത് പറയുന്നവരെ വിളിച്ചു പറയലൊക്കെ ഉണ്ട്, അതുകൊണ്ട് വിളിച്ചു പറഞ്ഞാലും നമ്മളിൽപ്പെട്ട ആളല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെ, അതാ നാട്ടിലൊരു ആചാരമായിരുന്നു. അതിനടിക്കേണ്ട ആളുകളെ തയ്യാറാക്കിയിട്ട് കൊണ്ടുവരുമോ. നമ്മിപ്പം മംഗലപ്പുരക്ക് പാട്ട് പാടാൻ വേണ്ടി ആളെ കൊണ്ടുപോകും പോലെ കറിയാൻ അതിന് ചോറും കോളും ശമ്പളവും എല്ലാം ഉണ്ട്. വന്നിയത വൽ ഹാക്കിമു അബ്നു ഹിബ്ബാൻ സലാസത്തും മിനൽ കുഫ്രി ബില്ലാഹി തആല, അല്ലാഹുവിനെ കൊണ്ടുള്ള കുഫറിൽപ്പെട്ടതാണ് 3 എന്നാണ് തങ്ങൾ പറഞ്ഞത്. എന്താ, ഷക്കുൽ ജൈബ്, ഒന്ന് കുപ്പായം പറിച്ചു കയറല്, വന്നിയാഹത്തു എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ അട്ടഹാസിച്ച് കരയല്, വത്താനു ഫിൻ നസബി, കുടുംബത്തിൽ എന്താക്ക താന് പറയുക, നിന്റെ ഉപ്പ അങ്ങനെ വേണി, നിന്റെ ഉപ്പ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ താന് പറയല്, ഇതെല്ലാം കുഫ്രിയത്തിൽപ്പെട്ടതാണെന്ന്. വബിനു മാജ അന്നിയാഹത്തു മിൻ അംദിൽ ജാഹിലിയ്യ, ഈ കരച്ചൽ എന്നുള്ളത് ജാഹിലിയായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. വഇന്ന നാഹിയത ഇദാ മാതത് വലം തതുബ് ഖത അല്ലാഹു ലഹാ സിയാബൻ മിൻ ഖത്റാൻ, ഈ കരയുന്ന പെണ്ണുങ്ങന്മാരുണ്ടല്ലോ, അവൾ മരിച്ചേ, അവൾ തോബ ചെയ്യാതെ കണ്ടാണ് മരിച്ചതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖത്റാൻ കൊണ്ടുള്ള വസ്ത്രം, ഖത്റാൻ എന്ന് പറഞ്ഞാൽ പന്തത്തിനെ പറയല്, ഇപ്പോഴത്തെ പോളിസ്റ്ററിനും പറയും, എന്താ ചൂടായ ഭയങ്കര ചൂടായിരിക്കും. വദിർഅൻ മിൻ ലഹബിന്നാർ, തീജ്വാല കൊണ്ടുള്ള ഒരു അങ്കിയും ആ പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. വത്തബറാനി ഇന്ന ഹാദിഹി നബായിഹ യുജ്അൽന യൗമൽ ഖിയാമത്തി സഫൈനി ഫീ ജഹന്നം, ഈ കരയാൻ പോകുന്ന പെണ്ണുങ്ങന്മാരുണ്ടല്ലോ, അവരെ ഖിയാമത്ത് നാളിൽ 2 സഫാക്കും എഴുതിൽ ഈ ജഹന്നമിൽ. സഫൻ അൻ യമീനിഹിം വസഫൻ അൻ യസാരിഹിം, ഒന്ന് ഇടഭാഗത്ത് ഒന്ന് വലഭാഗത്ത്. ഫയംബഹിന അലാ അഹ്ലിന്നാർ കമാ തംബഹുൽ കിലാബ്, നായ്ക്കൾ കുരക്കുന്നത് പോലെ നരകത്തിന് അഹലുകാര മേൽ ഇവർ കുരക്കുന്നതാണെന്നാണ്, നായ് വരക്കും പോലെ കുരക്കും. വഅബൂ ദാവൂദ് അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാഇഹത വൽ മുസ്തമിഅത, അതാണ് കേൾക്കുന്ന മസല പറയുന്നത്. ഈ കരയുന്ന പെണ്ണുങ്ങന്മാരും അതിലേക്ക് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് ചെയ്തിരിക്കുന്നു. വബിനാ മാജ ഹിബ്ബാൻ എന്നാണ്, ഇബ്നു മാജയും ഇബ്നു ഹിബ്ബാനും, അത് ഷോർട്ടാക്കിയിട്ട് മൂപ്പർ പറഞ്ഞതാണ്.
ആരെ തൊട്ട്? അൻ അബി ഉമാമത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനൽ ഖാമിസത വജ്ഹഹ, മുഖം മാന്തി പറിക്കുന്ന പെണ്ണുങ്ങന്മാർ കരഞ്ഞിട്ടതിനെ കൊണ്ട് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് ചെയ്തിരിക്കുന്നു. വശാഖത ജൈബഹ, കുപ്പായമാറ് പറിച്ചു കയറിയ പെണ്ണുങ്ങളെയും. വദ്ദാഹിതു ബിൽ ബൈലി വസ്സുബൂർ, ബൈലി സുബൂർ നാട്ടിൽ എന്ത് കഷ്ടമാണ്, എന്തൊരു കാലക്കാടാണ് എന്നെല്ലാം മറ്റ് വിളിച്ചു പറയുന്നത്. വഅബൂദാബൂദ അൻ ഇംറഅത്തിൻ മിനൽ മുബായിഅത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ധാരാളം പെണ്ണുങ്ങന്മാർ വന്ന് ഖുർആനിൽ തന്നെ ഉണ്ട്. ഇദാ ജാഅൽ മുഅ്മിനാതു യുബായിഅനക, അങ്ങനെ ബൈഅത്തിൽ എന്താക്കും? ശിർക്ക് വെക്കൂല, മക്കളെ കൊല്ലൂല എന്നിട്ട് കുറേ കാര്യം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഖാലത്ത്, ആ പെണ്ണുങ്ങൾ പറയുന്നത് കാന ഫീമ അഖദ അലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് കരാറ് വാങ്ങിയില്ല ബൈഅത്ത് ചെയ്യുമ്പോൾ, അതിൽപ്പെട്ടാണ് ഫിൽ മഅറൂഫ് അല്ലദീ അഖദ അലൈന, നമ്മളോട് കരാറ് വാങ്ങിയ വിഷയത്തിൽ എന്താ? അല്ലാ നഖ്മിഷ വജ്ഹൻ, മുഖം മാതി പറിക്കൂല, വല നദഉ വൈലൻ, വൈലി വിളിച്ചു പറയൂല, വല നശുഖു ജൈബൻ, അതുപോലെ കുപ്പായമാറ് പറിച്ച് കീറൂല, വല നത്ഫ ശഅർ വല നൻതിഫ ശഅറൻ, മുടി പറിച്ച് കളയുക, ഇങ്ങനത്തൊന്നും ചെയ്യൂല എന്ന് തങ്ങളോട് ബൈഅത്ത് ചെയ്തതിൽപ്പെട്ടതാകുന്നു. വശൈഖാനി റിവായത്ത് ചെയ്യുകയാണ് അൽ മയ്യിത്തു യുഅദ്ദബു ഫിൽ ഖബരി ബിമാ നീഹ അലൈഹി, ഒരുപാട് മരിച്ചിട്ട് കരഞ്ഞ വകയിൽ ആ മയ്യത്ത് ഖബറിൽ അദാബ് എടുക്കപ്പെടുന്നു. അപ്പോൾ അതിലെന്താ മയ്യത്ത് എന്താ ഉത്തരവാദി എന്നാ ചോദിക്കല്? അത് പറയും അയാൾ അത് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നാം. അല്ലെങ്കിൽ ചിലർ നല്ലവണ്ണം കരയണേ മക്കളെ എന്ന് എന്താക്കും ഏൽപ്പിച്ചിട്ടുണ്ടാവും. അതെ. വത്തിർമതി മാമിൻ മയ്യത്തിൻ യമൂതു ഫയഖൂമു ബാക്കിഹിം, കണ്ടാ ഏതെങ്കിലും ഒരു മയ്യത്ത് മരിച്ച് എന്നിട്ടോ കരയുന്ന ആൾ എണീച്ച് എന്നിട്ട് പേക്കോല് വാ ജബല വാ സയ്യിദ എന്നെല്ലാം പറഞ്ഞിട്ട് അയാളെ മഹത്വം ഇങ്ങനെ വിളിച്ചു പറയും. ആ നഹമദാലിക്ക, നിങ്ങൾ പോയാൽ നമുക്ക് ആരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇല്ല വക്കലല്ലാഹു ബിഹി മലക്കൈനി, രണ്ട് മലക്കിനെ അള്ളാഹു തആല ഏൽപ്പിക്കും. യൽഹസാനിഹി എന്ന് പറഞ്ഞിട്ട് ഇയാളെ അങ്ങനെ കുത്തുന്നു. അതാ നിന്നെ പറ്റി അവർക്കെന്തല്ലോ വിളിച്ചു പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണോ നീ? അതാ അഹാ കഥാ കുന്ത, ഇവർ പറയും പോലെ ആയിരുന്നുവോ നീ എന്ന് ചോദിച്ചിട്ട് മലായിക്കത്ത് ഇങ്ങനെ കുത്തും. വൽ ബുഖാരിയു അൻ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഖാല ഉഗമിയ അല അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ബോധക്കേട് സംഭവിച്ചു. അതിപ്പം മരണമല്ല, അബ്ദുല്ലാഹി ഇബ്നു റവാഹ കുടി പിടിച്ച ആളില്ലേ, അവർക്ക് ബോധക്കേട് സംഭവിച്ചപ്പോൾ ഫജഅലതു ഉഖ്തുഹു തബ്കി, സഹോദരി വന്നിട്ട് കരയാൻ തുടങ്ങി. വാ ജബല വാ കഥാ വക്കഥാ എന്ന് പറഞ്ഞിട്ട് തുഅദ്ദിദു അലൈഹി, ഇവരെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. ഫഖാല ലഹ, മൂപ്പർ പറഞ്ഞ് അവരുടെ സഹോദരിയോട് ഇനാഫാക്ക, ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ ബോധക്കേട് എടുത്തപ്പോൾ ഇവിടുന്നതല്ല കാട്ടിക്കുട്ടിയത്. മാ ഖുൽതലി ഷൈഅൻ ഇല്ലാ ഖീലലി അൻത കദാലിക്, നീ ഇങ്ങനെ വിളിച്ചു പറയുന്ന അവസരത്തിൽ നീ ഇപ്രകാരമായിരുന്നു എന്നോട് ചോദിക്കാണെന്നിട്ടില്ല. ഫലമ്മ മാത്ത, എന്താന്ന് മലായിക്കത്ത് വന്നിട്ട് ഇവരോട് ചോദിക്കല്ലേ എന്ന്, നിന്റെ സഹോദരി ഇന്നതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇതുപോലെയാണോ നീ എന്ന് ചോദിക്കുന്നു. അങ്ങനെ മൂപ്പർ ഒഫാത്തായപ്പോൾ ലം തബക്കിയാലി, പിന്നെ പങ്കെടു കരയാൻ നിന്നിട്ടില്ല. എന്തായാലും കരഞ്ഞിട്ട് എന്താ മയ്യത്തിനല്ലേ ശിക്ഷ? ഇത് അല്ല, ബോധം കെട്ട് കിടക്കുമ്പോഴല്ലേ ചോദിക്കുന്നത്. അതെ. വഫീ റിവായത്ത് റവാഹ തബറാനി ഫഖാല യാ റസൂലല്ലാഹ് ഉഗ്മിയ അലയ്യ, അല്ലാഹുവിൻ്റെ റസൂലേ എനിക്ക് ബോധക്കേട് സംഭവിച്ചു. ഫസാഹത്തിൻ നിസാഉ വാഇസ വാ ജബല എന്നൊക്കെ പറഞ്ഞു കൊണ്ടിട്ട് പെണ്ണുങ്ങന്മാർ അട്ടഹാസിച്ച്. ഫഖാമ മലക്കുൻ, ഒരു മലക്ക് വന്ന് മഅഹു മിർസബത്തുൻ, മലക്കിൻ്റെ അടുക്കൽ ഒരു ദണ്ടുണ്ട്. ഫജഅലഹ ബൈന റിജ്ലയ്യ, ആ ദണ്ട് എന്താക്കി എൻ്റെ കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഫഖാല അൻത കമാ തഖൂലുഹു, ഈ പെണ്ണുങ്ങന്മാർ പറയുന്ന പോലെയായിരുന്നു നീ ചോദിച്ചു. ഫഖുൽതു ലാ, ഞാൻ അങ്ങനൊന്നുമല്ല. വലൗ ഖുൽതു നഅം, എന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ദർബനി ബിഹ, എനിക്ക് അടി കിട്ടുമായിരുന്നു.
وروي من أصابته مصيبة فخرك عليها ثوبا أو لطم خدا أو شك جيبا أو نتف شعرا فكأنما أخذ رمحا يريد أن يحارب الله به ربه. ഒരാൾക്കൊരു മുസീബത്ത് വന്നപ്പോൾ എന്താക്കി? സൗബ് പറിച്ച് കീറി, അല്ലെങ്കിൽ മുഖത്തടിച്ചു, അല്ലെങ്കിൽ കുപ്പായം കീറി, അല്ലെങ്കിൽ രോമം പറിച്ചു മാറ്റി. എന്നാൽ ഒരു കുന്തം എടുത്തുകൊണ്ട് അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടവനെ പോലെയാണെന്നാണ്. അള്ളാഹുവിൻ്റെ കലാവും കഥനോടുള്ള ഒരു എതിർപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഖാല സാരിഹുൽ മുരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിംതു ലൈലത ജുമുഅത്തിൻ ബി മഖ്ബറത്തിൻ. ഒരു വെള്ളിയാഴ്ച രാവ് ഞാനൊരു മഖ്ബറയിൽ പോയിട്ട് ഉറങ്ങി. ഫറഅയ്തുൽ അംവാത ഖറജൂ മിൻ ഖുബൂരിഹിം. മരിച്ച ആളുകൾ ഖബറിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ടുണ്ട്. വതഹല്ലഖു, അവരെല്ലാവരും വട്ടം കൂടി വളഞ്ഞിരുന്നു. വനസലത്ത് അലൈഹിം അത്ബാക്കും മുഖത്താത്തുൻ, ഇങ്ങനെ മൂടി വെച്ച ചില തളികകൾ അവരുടെ മേൽ ഇറങ്ങി വരും. നമ്മൾ ചോറിലും കൊണ്ടുവരുമ്പോൾ കടലാസ് കൊണ്ട് പൊത്തിയിട്ടല്ലേ കൊണ്ടുവരുന്നത് എന്ന് മതി. വഫീഹി ഷാബുൻ യുഅല്ലബു, ആ മരിച്ച കൂട്ടത്തിലുണ്ട് ഒരു ഷാബ്, അദാബെടുക്കപ്പെടുന്നു. ഫതഖദ്ദംതു, ഞാൻ അവിടെ പോയിട്ട് ഫസഅൽതുഹു, ഞാൻ അവരോട് ചോദിച്ച്. ഫഖാലലി, എന്നോട് പറഞ്ഞ്, വാലിദത്തുൻ ജമാഅത്തിൻ നവാദിബാൻ, എൻ്റെ ഉമ്മ എന്താക്കി? കരയുന്ന ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ പരിപാടി വെച്ചിട്ടുണ്ട് എന്നാണ് ഈ ഫാന മുഅദ്ദബുൻ ബിദാലിക്, ഇതുകൊണ്ട് ഞാൻ അദാബെടുക്കപ്പെടുകയാണ്. ഫല ജസാ അല്ലാഹു അന്നി ഖൈറ, ഉമ്മാക്ക് ഖൈർ കൊടുക്കാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താക്കി? ഒബക്ക, ഈ ചെറുപ്പക്കാരെ കരയുകയാണ്. സുമ്മ അമറനി, പിന്നെ എന്നോട് കൽപ്പിച്ച് അൻ അദ്ഹബ ഇലൈഹി, ഉമ്മാനെ കൊണ്ട് പോയിട്ട് ആ പരിപാടി നിർത്താൻ പറയണം എന്ന് പറയാം. വഅലമനി ബി മഹല്ലിഹ, ഉമ്മ താമസിക്കുന്ന മഹല്ല് പറഞ്ഞാന്ന് ആ സ്ഥലം കൃത്യമായി പറഞ്ഞു കൊടുത്തു. വഅനുനാശിദഹ ബിതർകി ഹാദൽ അദാബിൽ അലീം, ഈ ബമ്പിച്ച അദാബിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ട് ഉമ്മാനോട് എന്താക്കണം? കർശനമായിട്ടൊന്ന് പറയണം. അല്ലദീ തസബ്ബബത് ലഹു ഫീഹി, ഈ അദാബിൽ ഉമ്മയാണല്ലോ കാരണക്കാരിയായത്. ഫലമ്മ അസ്ബഹതു ദഹബതു ഇലൈഹ, സാലിഹുൽ മുരി പറയുന്നു, ആ മക്കബറിൽ ഞാൻ ഉറങ്ങിയതല്ലേ, രാവിലെ എണീച്ചിട്ട് ഉമ്മാനൊക്കെ പോയിട്ട് വറഅയ്തു ഇൻദഹ തിൽക്കൻ നവാദിബ, നോക്കുമ്പോൾ കരയാൻ വേണ്ടി തയ്യാറാക്കിയ ആളുകളെല്ലാം അവിടെ കാണുന്നുണ്ട്. വവജഹുഹാ ഖദ് ഇസ്വദ്ദ മിൻ കസറത്തിൽ ലത്മി വൽ ബുക്കാ, കൂടുതലായി കരഞ്ഞത് കൊണ്ടും മുഖത്തടിച്ചത് കൊണ്ടും എന്താക്കി? മുഖമെല്ലാം കറുത്തു പോയിട്ടുണ്ട്. ആ കോലത്തിലാണ് കണ്ടത്. അപ്പോൾ ദക്കർതു ലഹാ ദാലിക്കൽ മനാം, ഞാൻ കണ്ട മനാമിനെ ഉമ്മാനോട് പോയി പറഞ്ഞു. ഫതാബത്ത്, ഉടനെ എന്താക്കി? പെണ്ണുങ്ങൾ തൗബ ചെയ്തു. വഖറത്തിൽ നവാദിബ, കരയുന്ന പെണ്ണുങ്ങന്മാരെല്ലാം അന്ന് ഔട്ടാക്കി. വായത്തത്തിനി ദറാഹിമ, എനിക്ക് ഉമ്മ എന്താക്കി? കുറച്ച് ദിർഹമകൾ തന്ന് നീ അത്തസദ്ദഖ ബിഹ, എൻ്റെ മകനക്ക് വേണ്ടിയിട്ട് സദഖ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത്തൈത്തുൽ മഖ്ബറത ലൈലത്തൽ ജുമുഅത്തി അൽ ആദത്തി, വെള്ളിയാഴ്ച രാവിലെ ഞാൻ എന്താക്കി? പിന്നെയും ഖബറിൽ അടുക്കിലേക്ക് പോയി. വതസദ്ദഖതു അൻഹു ബിതിൽക ദറാഹിം, ഉമ്മ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ആ ദിർഹം കൊണ്ട് ഞാൻ സദഖ ചെയ്തു. ഫനിംതു, അങ്ങനെ അവിടെ ഉറങ്ങി. ഫറഅയ്തുഹു, മകനെ കാണുന്നത്. വഹുവ യഖൂലുനി ജസാകല്ലാഹു അന്നി ഖൈറാ, നിങ്ങൾക്ക് അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ എൻ്റെ ഉമ്മാനടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞ് എല്ലാ കാര്യം ഒപ്പിച്ചല്ല. അദ്ഹബല്ലാഹു അന്നിൽ അദാബ്, അല്ലാഹു തആല അദാബ് ദൂരീകരിച്ചിരിക്കുന്നു. വസലത്ത് ഇലയ്യ സദഖ, ആ സദഖൻ്റെ കൂലി എന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. സദഖൻ്റെ പൈസ എന്നെ തലല്ലല്ല. ഫഅഖ്ബിർ ഉമ്മി ബിദാലിക, ഉമ്മാനോട് ഈ വിവരം പറയും വേണം. ഫസ്തൈഖൽതു ഫദഹബതു ഇലൈഹ, അങ്ങനെ ഉണർന്ന് ഉമ്മാൻ്റെ അടുക്കിലേക്ക് പോയി. ഫവജദ്തുഹാ മാതത്, നോക്കുമ്പോൾ ഉമ്മ മരിച്ചിരിക്കുകയാണ്. ഫഹദർതു സ്വലാത്ത അലൈഹ, പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഞാനവിടെ പങ്കെടുത്തു. വതുഫിനത്ത് ബിഹജ്ജംബി ബലദിഹ, ഈ മകൻ്റെ അടുക്ക് തന്നെയാണ് അമ്മാനെ മറമാടിയത്. നമ്മൾ സദഖെത്തുന്നതും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി കുറേ മസ്അലകൾ പറയാനാണ് പോകുന്നു. തംബീഹുൻ ഖദ് അജ്മഅത്തിൽ അഇമ്മത്തു അലാ തഹരീമിൻ നദ്ബ്, ഈ അട്ടഹാസിച്ച് കരയൽ എന്നുള്ളത് ഹറാമാണ് എന്ന് അഇമ്മത്തിൻ്റെ ഇജ്മാ ഉണ്ട്. നദ്ബ് എങ്ങനെയാണ്? ബഹുവ തഅദീദു മഹാസിനിൽ മയ്യിത്തി, മയ്യത്തിൻ്റെ കുറേ ഗുണങ്ങൾ ഇങ്ങനെ എണ്ണി വിളിച്ച് പറയില്ല. എങ്ങനെ? വാ ജബലാ എന്നൊക്കെ പറയും പോലെ, ഇന്നത്തെ പറഞ്ഞില്ലേ? അതുപോലെ വന്നൗഹി, നൗഹും ഹറാമാണ്. എന്താ നൗഹ്? റഫ്ഉ സൗതി ബിൽ നദ്ബി, ഇതുകൊണ്ട് ശബ്ദം ഉയർത്തി പറയും. ഒന്ന് പറയൽ തന്നെ പെട്ടെന്ന് ശബ്ദം ഉയർത്തും.
വമസലുഹു ഇഫ്റാത്തു റഫ്ഇഹി ബിൽ ബുക്കാ, കരച്ചൽ കൊണ്ട് അതിന് ശബ്ദം വല്ലാണ്ട് ഉയർത്തൽ. അതുപോലെ തന്നെയാണ് മൂന്നാമത്തത്. ഒന്ന് പറച്ചൽ, ഒന്ന് ശബ്ദം ഉയർത്തൽ. അതുപോലെ തന്നെയാണ് ഇഫ്റാത്തു റഫ്ഇഹി ബിൽ ബുക്കാ. വഇല്ലം യഖ്തരിം ബിനദ്ബിൻ വലാ നൗഹിൻ വലർബി നഹബിൽ ഖദ്ദി വസ്സദ്രി വശക്കി നഹബിൽ ജയ്ഷി. ഇനിയോ ഈ കരച്ചൽ നദ്ബിനോട് ഒത്തു വന്നിട്ടില്ല നോക്ക്. എങ്ങനെ നൗഹ്, അതുപോലെ കബട് അടിക്കലി, പിന്നെ നെഞ്ഞത്തടിക്കൽ, കുപ്പായമാറ് പറിച്ചുകിടൽ, അതുപോലെ മുടി ഒളിച്ചിടൽ, അതൊക്കെ മുടി വടിക്കൽ, പറിച്ചു കറയൽ, തസ്മീദുൽ വജ്ഹി മുഖം കറുപ്പിക്കൽ, ഇൽക്കാവുറമാതി അലർറസി തലൻ്റെ മേൽ വെണ്ണുനീര് വാരിയിടൽ, വദ്വായ് ബിൽ വലി വസ്തുപുറോട് ഒളിച്ചൽ. ഇതെല്ലാം വകുല്ലു ഷൈഇൻ ഫീഹി തഗ്യീറുൻ ലിസ്സിയ്യ്, സാധാരണ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ ആ സിയ്യുണ്ടല്ലോ അത് മാറ്റുന്ന എന്ത് വന്നാലും അത് ഇതുപോലെ ലുബുസി മാലായാത്താതു ലുബുസുഹു അസ്ലൻ, സാധാരണ ധരിക്കാറില്ലാത്തൊരു വസ്ത്രം. ഇപ്പം ആരെങ്കിലും മരിച്ചാൽ എന്താക്കും? പഴയ കുടൻ്റെ തുണിയെല്ലാം മുറിച്ചിട്ടെടുക്കത്തും കാക്കൻ്റെ ചൊപ്പ കുത്തലി ഇങ്ങനെ നടക്കലി. അതാണ് പറഞ്ഞത്. വകുല്ലു ഷൈഇൻ ഫീഹി തഗ്യീറുൻ ലിസ്സിയ്യ്, വസ്ത്രത്തിൻ്റെ കോലം മാറ്റലി. ആ ലുബുസി മാലായാത്താതു ലുബുസുഹു അസ്ലൻ, സാധാരണ ഗതിയിൽ ധരിക്കാത്ത വസ്ത്രങ്ങൾ സാധാരണയായി പൊടി കീറിയ കുട ഉണ്ടോ നോക്കിയിട്ട് പോക്കുണ്ടാണെങ്കിലും അതിപ്പോൾ രാഷ്ട്രീയക്കാരാണ് ചെന്നത്. ഔവല തിൽക്ക സിഫത്ത്, അല്ലെങ്കിൽ ആ സിഫത്തിൻ്റെ മേലെ വസ്ത്രം മുഴുവനായി മാറണമെന്നില്ല. വക്കത്തർക്കി ഷൈഇൻ മിൻ ലിബാസിലെ, സാധാരണ ധരിക്കുന്ന വസ്ത്രങ്ങൾ വല്ലതും ഒഴിവാക്കൽ പോലെ. വൽ ഖുറൂജ് ബിദൂനിഹി അലാ ഖിലാഫി ആദത്തിഹി, അവൻ്റെ ആദത്തിന് മാറ്റമായിട്ട് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ എടുക്കാതെ കൊണ്ട് പുറത്തു പോക്കി. ഇതെല്ലാം ആ ഇനത്തിൽപ്പെട്ടതാകുന്നു എന്നാണ്. അമ്മച്ചാക്ക് ദ്വാരക്കാന്നല്ലാതെ ഈ കാക്കൻ്റെ ചൊപ്പയും കുത്തി നടക്കുന്നെന്ന് തോന്നുന്നു. അമ്മൽ ബുക്കാഉ സാലിമ മിൻ കുല്ലി ദാലിക്, ഇതിൽ നിന്നെല്ലാം മോചിതമായ ഒരു കരച്ചിലുണ്ട്. ഫഹുവ ജായിസുൻ, അത് ജായിസാണ്. ഖബലൽ മൗതി വ ബഅദഹു, മുമ്പായാലും ശേഷമായാലും. പക്ഷെ ലാക്കിനൽ ഔലാ തർക്കുഹു ബഅദഹു, ശേഷമുള്ളത് ഒഴിവാക്കാനാണ് നല്ലത്. ഇനി ഒരു ചോദ്യം പറഞ്ഞില്ലേ, ഇത് മയ്യിത്ത് ഉത്തരവാദിയല്ലല്ലോ. ഇനി അതിന് പറഞ്ഞു വമാ മർറ മിൻ അന്നൽ മയ്യിത്ത യുഅദ്ദബു ബി ബുക്കായി അഹ്ലിഹി, കുടുംബക്കാർ കരഞ്ഞ കാരണത്തിന് വേണ്ടി മയ്യത്തിനെ ശിക്ഷിക്കപ്പെടും എന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഇഖ്തലഫൽ അഇമ്മത്തു ഫീമാ യുഹ്മലു അലൈഹി, ഇയാൾ ചെയ്യാത്ത ഒരു തെറ്റിന് എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നല്ല ചോദ്യം ഉണ്ടായാലേ എന്തുമാണ് മറുപടി കൊടുക്കുക. വസ്സഹീഹു ഇൻദനാ, നമ്മ അടുക്കൽ സഹീഹ് അന്നഹു മഹ്മൂലുൻ അലാ മാ ഇദാ ഔസാ ബിദാലിക്, ഇതുകൊണ്ട് വസിയത്ത് ചെയ്ത സ്ഥലത്തേക്കാണ് മയ്യത്ത് ശിക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. ബിഖിലാഫി മായിദാ സക്കത്ത്, ഇയാൾ ഒന്നും പറഞ്ഞില്ല എന്നാൽ ശിക്ഷിക്കപ്പെടലില്ല. ഫലം യഉംറു ബിഹി വലം യൻഹ, കൽപ്പിച്ചിട്ടുമില്ല വിരോധിച്ചിട്ടുമില്ല. അപ്പം വിരോധിച്ചെങ്കിൽ പിന്നെ ഒട്ടും ഉണ്ടാവില്ല. വഖീല അന്നഹു ഇദാ സക്കത വലം യൻഹഹും അൻ നഹബിൻ നൗഹി, ഇയാൾ മൗനം ദീക്ഷിച്ച് വിരോധിച്ചതുമില്ല എന്നാൽ യുഅദ്ദബു ബിദാലിക, അതുകൊണ്ടും ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ട് ആദത്തനുസരിച്ച് അത് നടക്കുന്നു എന്നല്ല. ലിഅന്ന സുകൂതഹു റിളൻ മിൻഹു ബിഹി, അതുകൊണ്ട് ആ മിണ്ടാതിരിക്കുക എന്നുള്ള മൗനം സമ്മതം എന്നുള്ളത് എന്താണ്, അതിന് ഒരു അനുവാദം കൊടുക്കലില്ലേ. ഫഉദിബ ബിഹി, ഏതുപോലെ കമാലഹു അമറ, കൽപ്പിച്ച ശിക്ഷ കിട്ടുന്നത് പോലെ തന്നെയാണ്. അതെ. ഫമൻ അറാദൽ ഖുറൂജ മിൻ വറതതി ഹാദൽ ഖൗലി, ഈ കീല പറഞ്ഞില്ലേ, അപ്പം എന്താക്കും, മൗനം ദീക്ഷിച്ചാലും കുടുങ്ങുമല്ലോ. അവർ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, യംബഗി ഇദാ നസല ബിഹി മറലുൻ, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അയ്യൻഹാഹും, വിരോധിക്കാണ് വേണ്ടത്. എന്നാൽ പിന്നെന്തായി, എല്ലാം കൊണ്ട് രക്ഷപ്പെട്ടല്ലോ. മുണ്ടാതിരുന്നാൽ ശിക്ഷ വരാൻ കാരണമുണ്ട് എന്ന് ഈ കീലനുസരിച്ച് വന്നല്ലോ. അൻ ബിദഇൽ ജനായിസി, ജനായിസ് നടക്കുന്ന ഓരോ ബിദ്അത്തുകളെ തൊട്ട് അവരെ വിരോധിക്കണം. വഗൈരിഹ മിനൽ മുഹറമാതി ശരീഅതി വൽ ഖബാഇഹിൽ ഫളിഅ, അതിങ്ങനെ മുഹറമായ കാര്യങ്ങളാവട്ടെ മോശമായ കാര്യങ്ങളാവട്ടെ വിദ്യാർത്ഥികളെല്ലാം എന്താക്കണം, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇയാൾ വിരോധം പറയണമെന്നാണ്. ഇനി ഒരു രോഗിയായ ഒരാൾക്ക് അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില ദിക്റുകളാണ് പറയുന്നത്, ചെറിയേ ഉള്ളൂ.
أخرج الترمذي والنسائي وابن ماجه وحبان والحاكم عن أبي سعيد الخدري رضي الله عنه وأبي هريرة رضي الله عنه قال أدلهم أبو سعيد الخدري أبو هريرة തങ്ങൾ قال رسول الله صلى الله عليه وسلم പറഞ്ഞു من قال لا إله إلا الله والله أكبر എന്നൊരാൾ പറഞ്ഞാൽ صدقه ربه റബ്ബ് അത് ശരിവെക്കും. ഇതാണ് ഇപ്പം പറഞ്ഞത് ശരിയാണ്. ഫഖാല അള്ളാഹ് പറയും ലാ ഇലാഹ ഇല്ലാ അന വാന അക്ബറു എന്ന് പറയും. അതെ. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കലിമത്തായി. ഖാല അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന വഹദി ലാ ശരീക ലി എന്നെന്താക്കും അതിൽ ശരി വെക്കും. ഇനി 3 വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു എന്ന് പറഞ്ഞു. ഖാല അല്ലാഹു പറയുന്നത് ലാ ഇലാഹ ഇല്ലാ അന ലിൽ മുൽക്കു വലിയൽ ഹംദു എന്ന് പറഞ്ഞു. 4 വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുമ്പോൾ ഖാല അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബി എന്ന് പറയും. അപ്പോൾ 4 കലിമത്തായി. എന്നെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു, لا إله إلا الله له الملك وله الحمد لا إله إلا الله ولا حول ولا قوة إلا بالله. ഇതല്ലേ മൻ ഖാലഹാ ഫീ മർളിഹി, ഒരാൾ അവൻ്റെ രോഗത്തിൽ ഇത് പറഞ്ഞാൽ സുമ്മ മാത പിന്നെ മരിക്കുകയും ചെയ്താൽ ലം തത്അംഹു നാർ നരകം അവനെ തിന്നൂല. അത് നാലും അങ്ങനെ തന്നെ കൃത്യമായിട്ട് അങ്ങോട്ട് പറയാം. وابن عساكر عن علي كرم الله وجهه عن النبي صلى الله عليه وسلم كلمات من قالهن عند وفاته دخل الجنة. ചില കലിമാത്തുണ്ട്, അതാ രോഗിയാകുന്ന അവസരത്തിൽ അയാൾ എന്താക്കി പറഞ്ഞ് എന്നാൽ അവൻ സ്വർഗാവകാശിയാണ്. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സലാസൻ 3 വട്ടം, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സലാസൻ 3 വട്ടം, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ പിന്നെ 3 എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ലാഹിർ ഇപ്പം 3 പറയണമെന്ന് വെച്ചു. ഇത് പറഞ്ഞാൽ വഫാത്തിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നരകം തൊടൂലാണ്. വൽഹാക്കിമു അൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അയ്യുമാ മുസ്ലിമിൻ ഖാല ഫീ മർളിഹി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് തസ്ബീഹ് യൂനുസ് പറഞ്ഞ് 40 മറ 40 വട്ടം ചൊറഞ്ഞു. ഫമാത ഫീ മർളിഹി, അവൻ്റെ ആ രോഗത്തിൽ അവൻ മരിക്കുകയാണെങ്കിൽ ആ മരണ രോഗത്തിൽ ഉഅ്തിയ ലഹു അജ്റു ഷഹീദിൻ, ഒരു ഷഹീദിൻ്റെ പ്രതിഫലം അയാൾക്ക് നൽകപ്പെടും. എന്താ വഇൻ ബരിഅ, ഇനി രോഗം മാറി അയാൾ രോഗമുക്തനായി എന്നാ ബരിഅ വഖദ് ഗുഫിറത് ലഹു ജമീഉ ദുനൂബിഹി, അവൻ്റെ മുഴുവൻ ദോഷങ്ങളും പുറപ്പിക്കപ്പെട്ടതായിട്ടാണ് അവൻ രക്ഷപ്പെടുന്നത്. മങ്കറ അതില്ല, മങ്കറ എന്ന് ഇത് പറഞ്ഞല്ലേ, ചെല്ലിപ്പിച്ചതിന് കൂലി കിട്ടും. മങ്കറ സൂറത്ത ഖുൽ ഹുവല്ലാഹു അഹദ് ഫീ മർളിഹി അല്ലദീ യമൂതു ഫീഹി, അവൻ മരിച്ച ആ രോഗത്തിൽ 100 മറ 100 വട്ടം ഓതിയാൽ ലം യുഫ്തൻ ഫീ ഖബരിഹി, ഖബറിൽ ഫിത്നയാക്കപ്പെടുകയില്ല. വഅമിന മിൻ ളിഖതത്തിൽ ഖബർ, ഖബറിൻ്റെ കുടുക്കത്തിന് തൊട്ട് അവനെന്താക്കും നിർഭയനായി. വഹമലതുൽ മലായികത്തു യൗമൽ ഖിയാമത്തി ബി അജ്നിഹതിഹാ, മലായികത്തിൻ്റെ ചിറക് കൊണ്ട് അവനെ പൊക്കിയെടുത്തിട്ട് ഹത്താ ഉജീസൂന മിനസ് സിറാത്തി ഇലൽ ജന്ന, സിറാത്തിൽ നിന്ന് വിട്ടുകടന്ന് സ്വർഗത്തിലെത്തുന്നത് വരെയും എന്ന് പറഞ്ഞു. ഞാനവിടെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാഹ്. ചില ആൾക്കാരും കൂടെ ഉണ്ട്, അതിന് 1 ക്ലാസ് കൊണ്ട് തീരും.